ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനും പരമാധ്യക്ഷനും ആയ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുന്നു. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏറെ നാൾ രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ അടുത്ത് രോഗം ഭേദമായി അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആകസ്മികമായി അദ്ദേഹം എല്ലാവരോടും വിട ചൊല്ലി അദ്ദേഹം ആ വലിയ ഇടയൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. എന്താണ് സാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ഈ കത്തോലിക്ക സഭയുടേത് മാത്രമല്ല, ക്രൈസ്തവ സഭയുടേത് മാത്രമല്ല, മുഴുവൻ മനുഷ്യരും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരു വലിയ ബഹുമാനവും ആദരവും ഒക്കെ. അദ്ദേഹം വലിയ കക്ഷിയാണ്. പല വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ബിഷപ്പ്, മാർപ്പാപ്പ, ഇങ്ങനെ കർദിനാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രൈസ്തവർക്കൊക്കെ അതിനോടൊരു ആഭിമുഖ്യം തോന്നാറുള്ളൂ. പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹം വലിയ ജനകീയനാണ് കേട്ടോ. ജനിച്ചത് അങ്ങ് ഇവിടല്ലേ, അർജൻറ്റീന അല്ലേ? അതെ, അർജൻറ്റീനയിലാണ്. അർജൻറ്റീന എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് മറഡോണയാണ്. ഫുട്ബോളിൻ്റെ നാടാണ്. പിന്നെ അവിടെ പന്തുരുളുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾ കൂടും. റോഡിൽ കൂടെ പന്തുരുളുന്നത് കണ്ടാൽ മതി. അത്രയ്ക്ക് ഈ മാർപ്പാപ്പയ്ക്കും ഫുട്ബോൾ ഭ്രാന്തുണ്ടായിരുന്ന ആളാണ്. സാധാരണ ഒരാളെ പോലെ തന്നെയാണ് ജീവിച്ചത്. ഒരു കാമുകിയൊക്കെ ഉണ്ടായിരുന്നേ. കാമുകിയൊക്കെ വേർപിരിഞ്ഞതിന് എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വൈദിക സ്ഥാനത്തേക്കൊക്കെ കയറി വരുന്നത്. സന്യസ്ത ജീവിതത്തിൽ അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെ 2013 അദ്ദേഹം മാർപ്പാപ്പയായിട്ട് വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേര് ആണ് അദ്ദേഹം അയക്കുന്നത്. അങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണ് ആ പേര് എടുക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ റെയിൽവേയിലെ ഒരു ജീവനക്കാരനായിരുന്നു. 5 മക്കളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ട്. പിന്നെ മറ്റു ചില വിഷയങ്ങളിലും ഒക്കെ ഉണ്ട്. പിന്നെ ഈ മാർപ്പാപ്പയായിട്ട് ഇരിക്കുന്ന സമയത്തെ അദ്ദേഹം പല വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ. ആഗോളതാപന വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളിൽ അതിലൊക്കെ ലോകം ഇദ്ദേഹത്തിൻ്റെ വാക്കിന് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുമായിരുന്നു. അതുപോലെ ഈ സഭകളിലെ വൈദികന്മാരുടെ ഈ ചെയ്തികൾക്കെതിരെ ഇദ്ദേഹം സംസാരിച്ചു. ലൈംഗിക പീഡനം, അതെ, അതുപോലെ തന്നെ കുട്ടികളുടെ മേലുള്ള ബാലപീഡനം, അതിക്രമം, ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ വരാനിരിക്കുകയായിരുന്നു കേട്ടോ. അതെ, നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലേക്ക് വരാനിരിക്കുക. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു സർവ്വമത സമ്മേളനം നടന്നല്ലോ ഈ അടുത്ത കാലത്ത്. ശിവഗിരി മഠം നേതൃത്വം നൽകിയത് അത് വത്തിക്കാനിൽ വെച്ചല്ലേ? അതെ, അതിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയെ പോലെയുള്ളവർ പങ്കെടുത്തു. ഒരു വലിയ സംഘം ഇവിടുന്ന് പോയിരുന്നു. അതെ അതെ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ചൊല്ലി അവിടെ അവതരിപ്പിച്ചു. അത് വലിയൊരു സംഭവമല്ലേ? ശ്രീനാരായണ ഗുരുവും അപ്പം ചോദിക്കും, ശ്രീനാരായണ ഗുരു അത്രയും വലിയ ആളാണ്? ശ്രീനാരായണ ഗുരു അപാര കക്ഷിയല്ലേ? നമ്മൾ ഈ SNDP വെള്ളാപ്പള്ളിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ആൾക്കാർ പോകണം. മാർപ്പാപ്പയുടെ സന്നിധിയിൽ ഇറ്റാലിയൻ ഭാഷയിൽ ദൈവദശകം ആലപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഏത് മലയാളിക്കും തല ഉയർത്തി പറയാം. അതെ. എൻ്റെ നാട്ടിലുള്ള ആയിരുന്നു ശ്രീനാരായണ. ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു സന്ദേശമാണ് നൽകിയത്. അങ്ങനെ അതിനുശേഷമാണ്, അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ആ ക്ഷണമൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വരുന്ന കാര്യത്തിൽ ഒരു തീർപ്പ് ഉണ്ടായില്ല. അതിന്റെ അദ്ദേഹം വരാം എന്ന് സമ്മതിച്ചപ്പോഴാണ് രോഗബാധിതനായ പെട്ടെന്ന് അദ്ദേഹം അങ്ങ് ആശുപത്രിയിലേക്ക് മാറുകയാണ് ചെയ്തത്. 88 വയസ്സ്. അദ്ദേഹം 1936 ഡിസംബർ 17 ജനിക്കുന്നത്. നോക്കണേ, അദ്ദേഹത്തിൻ്റെ ജനനവും ഒരു ഡിസംബറിലാണ്.
ഡിസംബർ മാസം എന്ന് പറയുന്നത് നമുക്കൊരു ക്രിസ്മസിനോട് അടുത്ത ആണ്, ക്രിസ്മസ് കാലമാണ്. മരണമോ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, ഓർമ്മയിൽ നിൽക്കും ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൻ്റെ ആ സമയം. ഈസ്റ്റർ ആയിരുന്നല്ലോ കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണെങ്കിൽ മരണം ഈസ്റ്റർ അടുത്ത്. അപ്പം ഈ നേരത്തെ പറഞ്ഞത് ആ വലിയ ഇടയൻ്റെ ആ നിരയിൽ അങ്ങനെ നിൽക്കുന്ന ആൾ തന്നെയാണ് സന്നിധിയിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ആ ജനനവും അദ്ദേഹം കാലം ചെയ്തതും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന് വലിയ ജന്മന തന്നെ വലിയ പണ്ഡിതനാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ജന്മന തന്നെ പണ്ഡിതനാണെന്ന്. അങ്ങനെയൊക്കെ ചിലർക്ക് അപൂർവമായിട്ട് കിട്ടാറുണ്ടല്ലോ, ഒന്നിൽ നിന്നും വായിച്ചെടുക്കാതെയും ഒക്കെയുള്ള ചില അറിവുകൾ. അതെ, തീർച്ചയായും. ഇപ്പം രമണ മഹർഷിയൊക്കെ അങ്ങനെയുള്ള വരുന്ന ആൾക്കാരാണ്. അതെ, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു, അതെ, ചട്ടമ്പി സ്വാമികൾ ഒരൊക്കെ ഒരു അനുഗ്രഹീത ജന്മങ്ങളാണ്. അവരെ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ്. അതെ അതെ അതെ. ഈ നമ്മളെ ഇവിടുന്ന് വത്തിക്കാനിൽ പോയിട്ടുള്ള നമ്മുടെ പഴയ മുഖ്യമന്ത്രി EK നായനാർ, അത് പണ്ട്, അത് പക്ഷെ ഇദ്ദേഹത്തെ അല്ല കണ്ടത്. അന്നത്തെ മാർപ്പാപ്പ. അല്ല, ഞാൻ പറയുകയാണ്, ആ മാർപ്പാപ്പയെ കാണുകയും അന്ന് ഭഗവത്ഗീത അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഇന്നായിരുന്നെങ്കിലുണ്ടല്ലോ എന്തൊക്കെ അത് നായനാരായതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അല്ല, അന്നും ചോദിച്ചു നായനാരോട് എന്തുകൊണ്ടാണ് ഭഗവത്ഗീത കൊടുത്തത്, വേറൊന്നും കൊടുക്കാനില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ പിന്നെ ഭഗവത്ഗീത അല്ലാതെ പിന്നെ വേറെന്താ കൊടുക്കേണ്ടതെന്നായിരുന്നു നായനാർ തിരിച്ച് അദ്ദേഹത്തിന് എന്തോ ഇത് കൊടുത്തെന്ന് തോന്നുന്നു, ഒരു കുരിശോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ EK നായനാരുടെ വീട്ടിൽ അതൊക്കെ കാണും. അതൊക്കെ ഇനി ശാരദ ടീച്ചറോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പം നമുക്ക് മാർപ്പാപ്പയിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം ഈ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പൊതുവിഷയങ്ങളിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ വിഷയങ്ങളിൽ മാത്രമല്ല, ലോക വിഷയങ്ങളിൽ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. പലപ്പോഴും അദ്ദേഹം അമേരിക്കയെ പല കാര്യങ്ങളിൽ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ കാര്യത്തിൻ്റെ അകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിലും അതിലും ഇടപെട്ടിട്ടുണ്ട്. യുദ്ധമല്ല പരിഹാരമായിട്ടുള്ളത്, പൊതുവിഷയങ്ങളാണ്. സമാധാനം വേണം, പിന്നെ കുട്ടികളോടും മറ്റ് സ്ത്രീകളോടുമുള്ള അതിക്രമം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ, ആഗോളതാപനം, നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന്റെ കാര്യം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് വൈദിക പട്ടം എടുക്കുന്നത്. ആ വൈദിക പട്ടം എടുക്കുന്നതിന് മുമ്പാണ് ഈ കാമുകിയുമായിട്ടൊക്കെ വേർപിരിഞ്ഞത്. പിന്നെ 2001 കർദിനാളായി. 2013 വന്നിട്ട് മാർപ്പാപ്പ ഇതിലേക്ക് മാറി. ഈ കർദിനാൾ 2001 കർദിനാളായി, 2013 മാർപ്പാപ്പ. അപ്പോൾ എന്നിട്ട് 12 കൊല്ലം ഈ 2013 ഈ മാർപ്പാപ്പ സ്ഥാനാരോഹണം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കർദിനാൾമാരുമായിട്ടിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെ ഈ മാർപ്പാപ്പയുടെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിന് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ, ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന്. നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത് ഞാൻ തന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സ്വയം തിരിച്ചറിവ്, ആത്മബോധം, അത് എല്ലാവരിലും ഒരു വലിയൊരു ഇതുണ്ടാക്കി എന്നുള്ളതാണ്. ഒരു വല്ലാത്തൊരു ചലനം. ശരിക്കും ഒരു മാതൃകാ പുരുഷൻ, ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരാൾ, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് മാർപ്പാപ്പ. ഇതിപ്പോൾ ലോകം ദുഃഖിക്കുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല ദുഃഖിക്കുന്നത്, മുഴുവൻ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ, ലോക ജനത മുഴുവൻ കണ്ണീരിൽ, ഈ വിടവാങ്ങലിൽ, ഈ നിര്യാണത്തിൽ, ഈ എന്താ പറയുക, ഒരു വലിയ നഷ്ടം. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ വീണ്ടും അനാരോഗ്യം അദ്ദേഹത്തെ പ്രായോഗിക ഘടകമാണ്.